നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാന പോരാട്ടമായി കരുതുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയൊരു പ്രതിപക്ഷത്തിരിക്കുക എന്ന കാര്യം കോൺഗ്രസിന് ചിന്തിക്കാനേ വയ്യ. അതുകൊണ്ട് കോൺഗ്രസ് ഇതാ ബത്തേരിയിൽ സപ്ത റിസോർട്ടിൽ വലിയൊരു ക്യാമ്പ് ലക്ഷ്യ എന്ന പേരിൽ നടത്തുന്നു. ആ നേതൃത്വ ക്യാമ്പ് സമാപിച്ചിരിക്കുന്നു. ഈ സപ്ത റിസോർട്ടിൽ നടത്തിയ ക്യാമ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് മൂന്നാമത്തെ തവണയാണ് കോൺഗ്രസ് അവിടെ ക്യാമ്പ് നടത്തുന്നത്. നേരത്തെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നടത്തിയ ക്യാമ്പ്, അതിലെടുത്ത തന്ത്രങ്ങൾ, അതിൽ കനകോലു അടക്കം അവതരിപ്പിച്ച ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി വന്ന സമയത്ത് കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി അവിടെ വീണ്ടും ഈ ഒരു ക്യാമ്പ് ബത്തേരിയിൽ തന്നെ സംഘടിപ്പിക്കുന്നു, വയനാട്ടിൽ തന്നെ സംഘടിപ്പിക്കുന്നു, ഇതേ സ്ഥലത്ത് സംഘടിപ്പിക്കുന്നു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. ഇപ്പോഴിതാ മൂന്നാമത്തെ ഒരു ക്യാമ്പാണ് അതേ സ്ഥലത്ത് വീണ്ടും നടന്നത്. ആ ക്യാമ്പിൽ ചില നിർദ്ദേശങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ ചില തന്ത്രങ്ങൾ കോൺഗ്രസ് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അത് കനകോലുവിന്റെ അടക്കമുള്ള അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് തന്നെയാണ്, സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്. അത് ഏതൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ UDF ആവിഷ്കരിക്കുന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് 85 സീറ്റ് മുതൽ 110 സീറ്റ് വരെയുള്ള വലിയ വിജയമാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് UDFനെ സംബന്ധിച്ച്. അതുകൊണ്ട് വലിയ മാർജിനിൽ വിജയിച്ചുകൊണ്ട് ഗംഭീരമായി ഇത്തവണ തിരിച്ചുവരവ് നടത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യം ഇടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ക്യാമ്പിൽ ലക്ഷ്യ എന്ന പേര് പോലും ഇട്ടത്. അത് ഏത് തരത്തിലുള്ള ആ ഒരു തന്ത്രങ്ങളാണ് എന്നല്ലേ. ഇതാ ഈ ജനുവരി 10 മുതൽ ബൂത്ത് തലങ്ങളിൽ നിന്ന് ആ പ്രവർത്തനം തുടങ്ങുകയാണ്. ജനുവരി 10 മുതൽ ബൂത്ത് തല നിശാ ക്യാമ്പുകൾ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് നേരെ സമര രംഗങ്ങളിലേക്ക് കൂടി കോൺഗ്രസിന്റെ പ്രവർത്തകരെ സർവ്വസജ്ജമാക്കുകയാണ് നേതൃത്വം. പ്രത്യേകിച്ച് ജനുവരി 13ഉം 14ഉം തീയതികളിൽ തിരുവനന്തപുരത്ത് ഒരു രാപ്പകൽ സമരം നടക്കുന്നു. അതും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരെ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ കോൺഗ്രസ് സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൽ നൽകുന്ന ഒരു സൂചന, ഈ പോരാട്ടം സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ കൂടിയാണ് ഇത്തവണത്തെ നിയമസഭാ പോരാട്ടത്തിൽ കോൺഗ്രസ് ഇവിടെ ഭരണം പിടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന വ്യക്തമായൊരു സന്ദേശം നൽകുകയാണ് കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ 13ഉം 14ന്റെയും രാപ്പകൽ സമരം കഴിഞ്ഞാൽ പിന്നീട് 15നും 16നും അങ്ങനെ ഒരു ഇടവേളകളില്ലാതെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സദാ ചലിക്കുന്ന രീതിയിലേക്ക് സംഘടനാ സംവിധാനത്തെ കൊണ്ടുപോകാനുള്ള പദ്ധതികളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ജനുവരി 15നും 16നും നടക്കുന്നത് ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗം, ഒപ്പം തന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാരും, ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിജയിച്ചവരുടെയും എല്ലാമുള്ള ഒരുമിച്ചുള്ള ഒരു യോഗം നടക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നേരെ വരുന്നത് വീടുകളിലേക്കാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ. ജനുവരി 17 SIRന്റെ പേരിലുള്ള ഭവന സന്ദർശനം നടത്തുന്നു. അതിൽ SIRൽ കരട് പട്ടികയിൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ചേർക്കാനുള്ള ഒരു അവസരമായി വീടുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയാണ്. അങ്ങനെ ഈ താഴെ തട്ടിലുള്ള ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തകരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അങ്ങനെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. കോൺഗ്രസ് അതിന്റെ ജീവവായു എവിടെയാണ്? ഓരോ പ്രസ്ഥാനത്തിന്റെയും, കോൺഗ്രസിന്റെ മാത്രമല്ല കേട്ടോ, കോൺഗ്രസ് ആയാലും CPIM ആയാലും ലീഗ് ആയാലും BJP ആയാലും CPI ആയാലും അങ്ങനെ ഏത് പ്രസ്ഥാനമായാലും അവരുടെയൊക്കെ ജീവവായു എവിടെയാണ്? ബൂത്ത് തലങ്ങളിലാണ് എന്ന ഒരു തിരിച്ചറിവ് കോൺഗ്രസിന് വന്നിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് അത് ഗുണം ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ SIR ഭവന സന്ദർശനം ജനുവരി 17 മുതൽ നടക്കുകയാണ്. ജനുവരി 19 രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരികയാണ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം വരുന്നത് ഒരു മെഗാ സംഗമത്തിനാണ്, മെഗാ പഞ്ചായത്തിനാണ്. മെഗാ പഞ്ചായത്ത് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെ സംഗമമാണ്. അത് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. അന്ന് ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഉൾപ്പെടെ അന്ന് പുറത്തിറക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസ് വലിയൊരു സമരത്തിലേക്ക് പോവുകയാണ്. ജനുവരി 23 പ്രത്യേകിച്ച് നമുക്കറിയാം കോൺഗ്രസിനെയും UDFനെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയത്തിലേക്ക് നയിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയമാണ്. ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പാരഡി ഗാനത്തിനുൾപ്പെടെ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ, UDFനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ സമരമായി രൂപപ്പെടുത്തുകയാണ് കോൺഗ്രസ്. ജനുവരി 23 നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് കോൺഗ്രസ്. അതേ സമയം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ, കളക്ടറേറ്റുകൾക്ക് മുൻപിൽ അതേ ദിവസം തന്നെ കോൺഗ്രസിന്റെ ജില്ലാതല പ്രതിഷേധ പ്രകടനങ്ങൾ, മാർച്ചുകൾ അന്ന് നടക്കുകയാണ്. ഇതേ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ ഒപ്പം ചേർത്ത് പിടിച്ച് വിശ്വാസികൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന പ്രതീതി വരുത്താൻ വേണ്ടിയുള്ള ഒരു സമരരംഗത്തേക്ക് അവർ ഇറങ്ങുകയാണ്. ഒരേ സമയം 2
2 സമരങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ഒന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ ഒരു സമരം നടത്തുമ്പോൾ സ്വാഭാവികമായും തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ള താഴെത്തട്ടിലെ ജനവിഭാഗത്തെ ഒപ്പം നിർത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന്, 23-ന് ഈ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു സമരം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ നടത്തുമ്പോൾ വിശ്വാസി സമൂഹത്തെ ഒപ്പം നിർത്തി അത്തരം വോട്ടുകളുടെ സമാഹരണം കൂടിയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അവിടം കൊണ്ടും തീരുന്നില്ല കേട്ടോ. മണ്ഡലം തല നിശാ ക്യാമ്പുകൾ, നേരത്തെ നമ്മൾ ബൂത്ത് തലത്തിൽ ഒരു ക്യാമ്പ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു, രാത്രി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഇതാ 24, 25 തീയതികളിൽ കോൺഗ്രസിന്റെ മണ്ഡലം തല നിശാ ക്യാമ്പുകൾ നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഫെബ്രുവരി 1 മുതൽ 9 വരെയുള്ള ഒരു ഘട്ടങ്ങളിൽ ബൂത്ത് തല സമ്മേളനങ്ങൾ നടക്കുകയാണ്. ബൂത്തിലാണ് ഓരോ പ്രസ്ഥാനത്തിന്റെയും വേര് എന്ന കാര്യം അവർ തിരിച്ചറിയുന്നു എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ബൂത്ത് തലങ്ങളിലുള്ള ഒരു സമ്മേളനം കൂടി കോൺഗ്രസ് നടത്താൻ പോകുന്നു. അത് കഴിഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന സംസ്ഥാനതല യാത്ര UDF-ന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് നേതൃത്വം പുറത്തിറക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ലീഗിന്റെ ആദ്യഘട്ട പട്ടികയും പുറത്തുവരും. മാത്രമല്ല, ഈ സംസ്ഥാനതല യാത്രയുടെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ സാധ്യതയുള്ളതും പ്രഖ്യാപിക്കപ്പെട്ടതുമായ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ പരിചയപ്പെടുത്തുന്ന ഒരു സമ്മേളനം കൂടിയായിരിക്കും ഈ പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര എന്ന് പറയുന്നത്. അതിനുള്ള ഒരു തന്ത്രങ്ങളാണ് ഈ വയനാട് ബത്തേരിയിൽ നടന്ന ക്യാമ്പിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഫലത്തിൽ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞുകൊണ്ട് ഒരു ഗംഭീര മാനിഫെസ്റ്റോ കൂടി വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാ ആയുധങ്ങളും കോപ്പുകൂട്ടിക്കൊണ്ട് എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വലിയൊരു ഫൈനലായി കാണുകയാണ്. ആ ഫൈനലിലുള്ള വിജയം നേടാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷേ CPIM അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. 3ാമതും ഭരണം, തുടർ ഭരണം എന്ന ലക്ഷ്യവുമായി CPIM-ഉം ചില തന്ത്രങ്ങൾ അണിയറയിൽ മെനയുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരം തന്ത്രങ്ങൾ എന്തൊക്കെയെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും.